ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഒരു ബേസിക് ഗ്രേവി തയ്യാറാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതിനകത്ത് ആഡ് ചെയ്യാം. ബേസിക് ഗ്രേവിയിൽ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ആ ബേസിക് ഗ്രേവിയിൽ ആഡ് ചെയ്യാൻ നമുക്ക് സോയ ചങ്ക്സ് ഉപയോഗിച്ച് ആ ബേസിക് ഗ്രേവി വെച്ചിട്ട് എങ്ങനെ നമുക്ക് സോയ ചങ്ക്സ് കറി ഉണ്ടാക്കാം എന്ന വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ ബേസിക് ഗ്രേവി തയ്യാറാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പം അത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം 2-3 ദിവസം കൂടുതൽ ഇരിക്കാനായിട്ട്. വെള്ളമൊന്നും ആഡ് ചെയ്യാതെ തന്നെ ഞാൻ ആ ബേസിക് ഗ്രേവിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഞാനിവിടെ ഇപ്പം ഒരു 1.5 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് 10 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ച് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് സോഫ്റ്റ് ആവണ്ടേ. എല്ലാവർക്കും അറിയാം സോയ ചങ്ക്സ്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും മതി. ഇതിപ്പം ഞാനൊരു തിളപ്പിച്ച് വേവിച്ചെടുക്കാനായിട്ടാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് നമുക്കൊന്ന് വെന്ത് വരുന്നത് വരെ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ജ്യൂസ്, ആ ഉള്ളിൽ പോയിരിക്കുന്ന വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ആ സോയ ചങ്ക്സ് ഞാൻ വേവിച്ചത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബേസിക് ഗ്രേവിയാണ്. ബേസിക് ഗ്രേവിയുടെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തതാണ്. ആ എടുത്ത ബേസിക് ഗ്രേവിയാണ്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് ഞാൻ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേസിക് ഗ്രേവി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്രേവി തയ്യാറാക്കിയപ്പം ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സോയ ചങ്ക്സ് ഇടുമ്പം ഉപ്പ് അതനുസരിച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ സോയ ചങ്ക്സ് എടുത്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ സോയ ചങ്ക്സ് ഈ ബേസിക് ഗ്രേവിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് സോയ ചങ്ക്സും നമ്മുടെ ബേസിക് ഗ്രേവിയും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ആ ഗ്രേവിയുടെ ഒരു തിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമ്മുടെ ഈ സോയ ചങ്ക്സിനകത്തേക്ക് ഈ ഗ്രേവിയും കൂടെ പിടിക്കത്തക്ക രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർക്കാം. നമ്മൾ ബേസിക് ആ ഒരു ഗ്രേവിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോയ ചങ്ക്സും ഇപ്പോൾ ചേർത്ത വെള്ളവും എല്ലാം കൂടെ ഈക്വലാക്കി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കഴിഞ്ഞിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിരുന്നു. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് എണ്ണ തെളിയുന്ന ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സിമ്മിലിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു. നന്നായിട്ട് ഈ ഒരു സോയ ചങ്ക്സിനകത്താണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നല്ലൊരു, നമ്മളിതിനകത്ത് ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. മുളക് പൊടിയുടെ കുറച്ചും കൂടി നല്ല റെഡ് കളർ കിട്ടിയേനെ, നല്ല ചുവന്ന തക്കാളി ആയിരുന്നെങ്കിൽ. അപ്പം ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുന്നവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഗ്രേവി, അതിൻ്റെ ആ ഒരു ബേസിക് ഗ്രേവി തയ്യാറാക്കുന്നതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്ക് ഓപ്പൺ ആക്കുക. ബേസിക് ഗ്രേവി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് അതിനകത്തുണ്ട്. ഇതിപ്പോൾ സോയ ചങ്ക്സ് മാത്രമല്ല, ഈ ബേസിക് ഗ്രേവിയിൽ നമുക്ക് ഏതൊരു വെജിറ്റബിളും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് മസാലയൊക്കെ യൂസ് ചെയ്ത് കഴിക്കുന്ന ഏതൊരു വെജിറ്റബിളും ഈ ഒരു ബേസിക് ഗ്രേവിയിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഈ ബേസിക് ഗ്രേവിയിൽ തയ്യാറാക്കിയ സോയ ചങ്ക്സ് ട്രൈ ചെയ്ത് നോക്കുക. സോയ ചങ്ക്സിന് പകരം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു വെജിറ്റബിളും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പൊട്ടറ്റോ, കോളിഫ്ലവർ, അങ്ങനെ ഏതും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.